നമസ്കാരം. കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന ഒരു തീരുമാനം വിശ്വഗുരുവിന്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടതിന് പിന്നാലെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇടത് സർക്കാരിനെതിരെ സംസാരിക്കാൻ സംഘികൾക്കും മൂരികൾക്കും ഒരേ ശബ്ദമാണ്. ഇനിയിപ്പോ ഇതൊക്കെ ചിലർ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നുണ്ടെന്ന് പറയും. പക്ഷേ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരേപോലത്തെ ഒരേ വാചകങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അധികാരം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നെറികെട്ട പ്രവർത്തനം, അതിനുവേണ്ടി അവരുടെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ റദ്ദാക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് ഈ കേരളത്തിലെ സർക്കാർ മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും ഈ പൗരത്വ നിയമം ഈ നാട്ടിൽ നടപ്പാക്കില്ല എന്ന് ശക്തമായി അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഉള്ളിസുരയും ഒപ്പം യൂത്ത് മൂരിയായിട്ടുള്ള PK ഫിറോസും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ നിലപാടൊന്ന് കേട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല? ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത്? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. CAയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി, അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടവരുടെ അപേക്ഷിക്കാനുള്ള പോർട്ടൽ പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പോർട്ടലിൽ അപേക്ഷ കൊടുക്കാം. അതിൽ 6 മതവിഭാഗക്കാരേ ഉള്ളൂ. അതിൽ മുസ്ലിങ്ങളില്ല. അതിൽ ഹൈന്ദവർ, ക്രൈസ്തവർ, ജൈനൻ, പാർസി, സിഖ്, ബുദ്ധ 6 മതക്കാർ. അതിൻ്റെ പോർട്ടൽ പരിശോധിച്ചാൽ അറിയാം. അവർക്കുള്ള കോളം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്? കേട്ടപ്പോൾ പഴയൊരു സിനിമയുടെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. അതായത് തിലകനും ഒപ്പം ശ്രീനിവാസനും കൂടി ഈ വേഷം മാറി പോലീസിനെ കബളിപ്പിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് അക്കരെ അക്കരെയാണോ മറ്റേതോ ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ പടമാണ്. ആ പടത്തിലെ അല്ലെങ്കിൽ ആ സിനിമയിലെ ആ രംഗം, അതായത് ശബ്ദം മാറ്റി സംസാരിക്കുന്നുണ്ട്. ചേട്ടനും എനിക്ക് ഒരേ ശബ്ദമാണല്ലോ, ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പോ എന്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് തിരിച്ച് ശ്രീനിവാസൻ ചോദിക്കുന്ന ഒരു വാചകം, ആ വാചകത്തെ അന്വർത്ഥമാക്കുന്നതാണ് ഇന്ന് ഈ കേട്ട ഒരേ ശബ്ദങ്ങൾ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. കേട്ടില്ലേ? എത്ര സമാനമായിട്ടുള്ള ആ ചിത്രം ഈ കാലത്തിന് മുമ്പേ ഉള്ള ഒരു ചുവരെഴുത്തായി പറയേണ്ടി വരികയാണ്. ഇന്ത്യയിൽ ആകമാനം സംഘപരിവാറിനെതിരെ പോരാട്ടം നടക്കുന്നവരാണ്. ഒരു പച്ചത്തുരുത്ത് എന്നുള്ള നിലയ്ക്ക് ഈ നാട് ശബ്ദമുയർത്തുകയാണ്. അപ്പോ പറ്റിക്കാൻ വേണ്ടിയാണെന്നാണ് യൂത്ത് മൂരിയുടെ കണ്ടെത്തൽ. എന്ത് പറയാൻ, ഞാനാ ഒന്നും ചെയ്യുന്നില്ല. ഒരാൾ കത്വ ഫണ്ട് തട്ടിപ്പ്, അതായത് അതേ മതത്തിന്റെ പേരിൽ സഹായിക്കാനെന്ന ഒരു വ്യാജേന പണം പിരിച്ചെടുത്ത് അടിച്ചുകൊണ്ട് പോയ വിദഗ്ധനാണ്. മറ്റൊന്ന് കുഴൽപ്പണ വിദഗ്ധൻ. രണ്ടുപേരും സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരും സമാനമായി, അതായത് ഇതുവരെ യാതൊരു തരത്തിലുള്ള വരുമാനമില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച 2 വ്യക്തിത്വങ്ങൾ ഒരേപോലെ പറയാം. പിന്നെ ആർക്ക് വേണ്ടിയാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരെ കേട്ടിട്ടല്ല. ഈ നാട്ടിൽ മതേതര ചിന്തയുള്ളവരുണ്ട്, നിലപാടുകൾ കൃത്യമായി പറയുന്നവരെ കേൾക്കുന്നവരുണ്ട്, അവർക്ക് ബോധ്യപ്പെടും. അവിടെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും മുൻപും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ നിയമം കൊണ്ടുവരാൻ പോകുമ്പോൾ അതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ്. അങ്ങനെ ഈ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, പറയേണ്ടത് ഉറക്കെ തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ വിമർശിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി 4 വോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിൽ ഉറച്ച മണ്ഡലമാണെന്ന് കരുതി മത്സരിക്കാൻ ചെല്ലുമ്പോഴും ജനം എന്തുകൊണ്ട് ഇവരെ തൂത്തെറിയുന്നു എന്ന് പറഞ്ഞാൽ ഇതേ സമാന ചിന്താഗതിക്കാരാണ്, സമാന സ്വഭാവക്കാരാണ്. ഇവരുടെ എല്ലാം മൂത്താപ്പമാർ അവിടെ ഇതേ വിഷയത്തിൽ ചർച്ചകൾ വരുമ്പോൾ ബിരിയാണി കഴിക്കാൻ പോകാനും അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്ത് സ്വന്തം അഭിപ്രായം പറയാൻ പോലും സമയമില്ലാത്തവരാണ്. അവിടെയാണ് ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായവർ അവിടെ ശബ്ദമാകുന്നത് എല്ലാവരും കേൾക്കുകയാണ്. ബ്രിട്ടാസ് പലകുറി വിശ്വഗുരുവിനെ ഏറിൽ കയറ്റിയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവരുടെ മൂത്താപ്പമാർ ആരെങ്കിലും അവിടെ പോയി എന്തെങ്കിലും ഒരു വാചകം പറയുന്നത് ദൈവം സഹായിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ല.
അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് രണ്ട് തൂവൽ പക്ഷികൾ കൂടി കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ടായിരുന്നെന്ന് മാത്രമേ പറയാനുള്ളൂ.